ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനീർപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിയും കൂടി പുതിയ വീട് മേടിക്കാനിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ചോദിക്കുന്ന അഡ്വാൻസ് എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. ആ ഒരു തുക ഇവർ ഡീലറുടെ കയ്യിൽ നിന്ന് കിട്ടിയത് മാത്രമല്ല, സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന പണം എല്ലാം കൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. ബാക്കി വരുന്ന 2,75,00,000 രൂപ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി തൻ്റെ പുതിയ വീടിൻ്റെ ആധാരം പണയം വെച്ച് ബാങ്കുകാരിൽ നിന്ന് പൈസ മേടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നുണ്ട് ഈ ഒരു ആധാരത്തിന് മേൽ 2 കോടി രൂപയെ കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ബാക്കി 75 ലക്ഷം രൂപ എങ്ങനെ ഒപ്പിക്കുമെന്നുള്ള ടെൻഷനാണ് ഇവർക്ക്. അതിന് വേണ്ടിയിട്ട് ശ്രുതി ആദ്യമേ ചെയ്യുന്നത് രവിയുടെയും ചന്ദ്രയുടെ അടുത്ത് തന്നതിന് ശേഷം തൻ്റെ ഓഹരി മേടിക്കാനായിട്ടാണ്. എന്നാൽ രവിയും അതുപോലെ സച്ചിയും കൃത്യമായ രീതിയിൽ തന്നെ ഇടപെട്ട് ആ ഒരു പ്ലാനിങ് അവിടെ നിർത്തുകയാണ് കേട്ടോ. എന്നാൽ എങ്ങനെയും പണം ഒപ്പിക്കണം ഒരു ഉദ്ദേശത്തോടു കൂടി നാണം കെട്ടാലും വേണ്ടില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ വർഷയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം വർഷയുടെ അച്ഛനോട് സംസാരിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് 75 ലക്ഷം രൂപ മേടിച്ചു വരാനായിട്ട് ശ്രുതിയും കൂടി വർഷയോട് പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് 75 ലക്ഷം രൂപ പോയിട്ട് 1 രൂപ പോലും മേടിച്ചതല്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുന്ന സമയത്ത് നേരത്തെ എൻ്റെ അമ്മ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ചെക്ക് എഴുതി കൊടുത്തായിരുന്നു. ശ്രീകാന്ത് അത് തിരികെ കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ നല്ല വഴക്ക് കേട്ടണം. എന്തായാലും എൻ്റെ അച്ഛനും അമ്മയും എന്നെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാട് അതിൽ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കിക്കോ, അല്ലാതെ ശ്രുതിയേട്ടൻ ചെയ്ത പോലെ ഒരിക്കലും അച്ഛൻ്റെ സ്വത്ത് ആഗ്രഹിച്ച് ഞങ്ങൾ ഒരിക്കലും ഒന്നും തന്നെ ചെയ്യുകയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആർക്കും എന്നോട് സ്നേഹമില്ല, നിങ്ങൾക്ക് ഞാനൊരു പുതിയ മേടിക്കുന്നതിൻ്റെ കുശുമ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് വഴക്കിട്ട് പോകുന്നുണ്ടല്ലേ. അതിനുശേഷം റൂമിലേക്ക് ചെന്നിട്ട് ശ്രുതിയോടായിട്ട് വീണ്ടും അങ്കിളിനോടായിട്ട് പണം ചോദിക്കാൻ പറയുന്നുണ്ടെങ്കിലും അതൊരിക്കലും നടക്കാൻ പോവുകയില്ല എന്ന് തന്നെ ഉറച്ചൊരു തീരുമാനം നമ്മുടെ ശ്രുതിയോടായിട്ട് പറയുകയാണ്. അപ്പോൾ ഇതിനിടെ തന്നെ പണത്തിന് വേണ്ടി ഓടി നടക്കുന്ന സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ടല്ലേ, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് പണം അയച്ചു തന്നത് പാർലറുടെ ഒരു അങ്കിളല്ല. അപ്പോൾ അങ്കിളിനോട് തന്നെ ചോദിക്കാൻ പറയുന്ന സമയത്താണ് ശ്രുതി അങ്കിളിനെ വിളിക്കുന്നു എന്നൊരു വ്യാജേനെ മീരയെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പം മീരയുടെ ഫോൺ വിളിച്ച് സംസാരിച്ചു വെക്കുന്ന ഇടയിൽ തന്നെ ശ്രുതിയുടെ ഫോൺ താഴെ വീഴുകയും ആ ഒരു ഫോൺ രേവതി കൈക്കലാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ രേവതി ഫോൺ എടുത്ത ഉടനെ തന്നെ ശ്രുതി കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ആ ഒരു ഫോണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മീരയോടാണ് താൻ സംസാരിച്ചതെന്നും തൻ്റെ കള്ളക്കളികളെല്ലാം പുറത്താവുമെന്നും അറിയാവുന്നത് കൊണ്ട് തന്നെ വേഗം തന്നെ ഫോൺ മേടിച്ചെടുക്കുകയാണ്. എന്നാൽ ഈ ഒരു കള്ളത്തരം ശ്രുതി അപ്പുറത്ത് സംസാരിച്ചത് ശ്രുതിയുടെ അങ്കിളിനോടല്ല എന്നൊരു സംശയം നമ്മുടെ രേവതി സച്ചിനോട് പറയുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ചന്ദ്ര ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിനെ ചെന്ന് കാണുകയും ശ്രുതിനോട് നീ വീണ്ടും കള്ളങ്ങൾ പറഞ്ഞ് എന്നെ പറ്റിക്കാൻ ശ്രമിക്കുകയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറക്കിയൊക്കെ വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം എന്നത് നമ്മുടെ ശ്രുതി സ്വപ്നം കാണുന്നതാണ് കേട്ടോ. ഓൾറെഡി രേവതി ഫോൺ എടുക്കും. രേവതിക്ക് ഇതേ രീതിയിൽ ചെറിയ ഡൗട്ട് തോന്നിയിട്ടുണ്ടെന്നൊക്കെ ഒരു പേടിയോടുകൂടി തന്നെ ശ്രുതി ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നത്. ഇത് സ്വപ്നമാണെങ്കിലും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഓരോന്നരായിട്ട് അറിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എന്തായാലും ഇങ്ങനൊരു ഭാഗം നമ്മൾ കാത്തിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.